തിരുവനന്തപുരത്ത് നിന്നും 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഏകദേശം 3:30 മണിയോടുകൂടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങുന്നതായിട്ടുള്ള പോലീസിന്റെ സ്ഥിരീകരിച്ച വിവരമാണ് പുറത്തു വരുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരവും ഒപ്പം സമീപ പ്രദേശങ്ങളിലെ CCTVകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശവാസികളോടും ഒപ്പം റെയിൽവേ സ്റ്റേഷനിലെ പരിസരത്തുള്ള ഓട്ടോ ഡ്രൈവർമാരോടുമൊക്കെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിൽ നിന്ന് ലഭിച്ച പോലീസിന് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പുലർച്ചെ ഏകദേശം 5:30 മണിയോടുകൂടി പെൺകുട്ടിയെ കണ്ടു എന്ന് ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് പെൺകുട്ടി ഏകദേശം കന്യാകുമാരി ബീച്ച് റോഡ് ഭാഗത്തേക്ക് നടന്നു പോകുന്നതായാണ് ഓട്ടോ ഡ്രൈവർ കണ്ടത്. ഈ കാര്യം ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കന്യാകുമാരിയുടെ ബീച്ച് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അല്പസമയം മുൻപായി ഏകദേശം ഒരു 3 മണിക്കൂറോളം മുൻപ് ആണ് പെൺകുട്ടിയെ ഈ തരത്തിൽ ഓട്ടോ ഡ്രൈവർ കണ്ടത് എന്നതിനാൽ തന്നെ ഈ ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് കന്യാകുമാരിയുടെ ഭാഗം വിട്ട് പെൺകുട്ടി പോയിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിനാൽ തന്നെ കന്യാകുമാരിയുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നൃപൻ ചക്രവർത്തി തുടരുന്നുണ്ട്. നൃപൻ, ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായത് ആ ട്രെയിനിൽ സഞ്ചരിച്ച ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച പാറശാല സ്വദേശിയായ ബബിത എടുത്ത ചിത്രം തന്നെയാണ്. നമുക്കാദ്യം നേരത്തെ ബബിത കൈരളി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. ബബിതയുടെ ആ ഒരു പ്രതികരണം കേട്ട് വരാം. എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ബബിത അത്തരത്തിലൊരു ഫോട്ടോ എടുത്തത്, എങ്ങനെയാണ് അത് പോലീസിലേക്ക് കൈമാറിയത് എന്നൊക്കെ ബബിത നമ്മളോട് പറയുന്നുണ്ട്. ബബിതയുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ നോർമലി എന്നും ട്രെയിനിൽ വരുന്നത് 12:30 ട്രെയിനിലാണ്. പക്ഷെ അന്ന് വന്നപ്പോൾ ട്രെയിൻ വന്നപ്പോൾ 1 മണിയായി. ഞങ്ങൾ കയറി ഇരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കുട്ടി ഇരിപ്പുണ്ട്, അവൾ ഇരിപ്പുണ്ട്, കരയുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ഇങ്ങനെ പൊട്ടിക്കരയല്ല, ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. കയ്യിലൊരു 40 രൂപയും ഒരു ടിക്കറ്റും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിൽക്കുന്ന വസ്ത്രധാരണത്തോടായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ. പക്ഷെ മലയാളിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സംസാരിക്കണ്ട, ചിലപ്പോൾ എന്താണ് ദേഷ്യപ്പെട്ടാലോ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പൈസ വല്ലതും ചോദിച്ചാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാന്ന് കരുതി അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഇന്ന് രാവിലെ ന്യൂസ് ലൈവ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് ഫോട്ടോ ഇട്ട് അയച്ചതാണ്. ഇങ്ങനെയാണ് ബബിതയുടെ വാക്കുകൾ. ബബിത പറഞ്ഞത് പ്രകാരം ഈ ബബിത എടുത്ത ഫോട്ടോയാണ് നമ്മൾ സ്ക്രീനിൽ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ആ ഫോട്ടോയാണ് ഈ ഒരു അന്വേഷണത്തിൽ നിർണായകമായത്. കാരണം നേരത്തെ അസമിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. അതിനാൽ തന്നെ അസമിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതിനാൽ തന്നെ അസമിലേക്കുള്ള ഏറ്റവും ഒടുവിലത്തെ ട്രെയിൻ കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബാംഗ്ലൂരു കന്യാകുമാരി ട്രെയിനിലാണ് പെൺകുട്ടി ഉള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത് ബബിത എടുത്ത ഫോട്ടോയിലൂടെയാണ്. ആ ഫോട്ടോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പകൽ വെളിച്ചത്തിലെടുത്ത ഫോട്ടോയാണ്. പെൺകുട്ടി വളരെ സങ്കടഭാവത്തോടു കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. കുട്ടിയുടെ പക്കലുണ്ടായിരുന്ന ബാഗും നമുക്ക് ആ ചിത്രത്തിൽ തന്നെ കാണാം. നേരത്തെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു കുട്ടി വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗുമായിട്ടാണ് പോയത്. ആ ബാഗും ആ ചിത്രത്തിലുണ്ട്. മാതാപിതാക്കളോട് നമ്മുടെ റിപ്പോർട്ടർ നൃപൻ ചക്രവർത്തി സംസാരിച്ചിരുന്നു. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെ 3 മക്കളാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയും ഈ വഴക്കിനെ തുടർന്ന് 3 കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പണിക്ക് പോയ മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് 3 മക്കളും വഴക്ക് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ 3 മക്കളെയും ചെറിയ വഴക്ക് മാതാപിതാക്കൾ പറയുന്നു. അതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയത് എന്ന ആ ഒരു സാഹചര്യത്തിലാണ് വീട് വിട്ട് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോയി വരാം. പിതാവ് പറയുന്നത് അദ്ദേഹം പണിക്ക് പോയ സമയത്തായിരുന്നു. വീട്ടിൽ 3 മക്കൾ മാത്രമായിരുന്നു ഉള്ളത്. ഭാര്യയും അദ്ദേഹവും പണിക്ക് പോയിരുന്നു. പണിക്ക് പോയ സമയത്ത് വീട്ടിൽ ചെറിയ കശപിശ ഉണ്ടാവുകയും കുട്ടികൾ തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടാവുകയും ഇതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇളയ കുട്ടികളാണ് പറഞ്ഞത് ദീദിയെ കാണാനില്ല, ചേച്ചി വീട്ടിൽ നിന്ന് ബാഗും എടുത്ത് പോയിട്ടുണ്ട് എന്ന് ഇളയ കുട്ടികൾ പറഞ്ഞു എന്നാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് അല്പസമയം മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ നൃപനോട് പറഞ്ഞത്. പിതാവിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. खाने के लिए आया था, काम से 1 बजे खाने के लिए आया था मैं रूम पर।
खाने के लिए आके देखा मेरे को छोटा वाला बच्चा बोल रहा है दीदी किधर गया मालूम नहीं है, दीदी किधर गया मालूम नहीं, इधर गया नहीं मालूम नहीं पूछा। बाद में बैग चेक किया अंदर, बैग भी नहीं है, 2 बैग रहता, 1 बैग लोगे किया। मेरा बीबी बोल रहा बैग लोगे किया कर गया, इधर ढूंढा नहीं है मेरे, मेरे को माथा खराब हो गया, इधर के गया था। बाद में वो किधर मिलता है नहीं मालूम नहीं, मेरे को चक्कर मार के किधर जाएगा, थाना में उठ गया मैं।